ലീഗ് നേതാവ് എം.കെ. മുനീർ സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് കെ.എം. ഷാജി. രോഗത്തിന്റെ പേരിൽ മുനീറിനെ വേട്ടയാടാൻ അനുവദിക്കില്ല. പ്രതിഭാധനായ രാഷ്ട്രീയക്കാരനാണ് എം.കെ. മുനീർ എന്നും കെ.എം. ഷാജി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ഡോക്ടർ മുനീർ ഒരുപക്ഷെ കേരള നിയമസഭയിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു പാർലമെൻറ്റേറിയനാണ്. വളരെ കൃത്യമായി തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ആളുകളുടെ മുമ്പിൽ സുതാര്യമായി നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിനെതിരെ അനാവശ്യമായും എന്നാൽ വളരെ പ്ലാൻ ചെയ്തുള്ള ഒരു സൈബർ അറ്റാക്ക് വളരെ ആസൂത്രിതമായിട്ട് നടക്കുന്നുണ്ട്. അത് എവിടുന്നാണ്, ഏത് തലത്തു നിന്നാണത് ആരംഭിച്ചതെന്നോ ഒന്നും വ്യക്തതയില്ല. പക്ഷേ ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ അയാളെ വേട്ടയാടിയിട്ട് ഇല്ലാതാക്കാം എന്ന തരത്തിൽ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളത് വിടാനും പോണില്ല. പക്ഷേ അതിൻ്റെ പിറകിൽ ചില ഗൂഢാലോചനകളുണ്ട്. ആ ഗൂഢാലോചനകൾ ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. 2006 മുതൽ മുനീർ മത്സരിക്കുന്നത് സിറ്റിംഗ് സീറ്റുകളിലല്ല. മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടു പോയ സീറ്റുകൾ തിരിച്ചു പിടിക്കാനാണ് മുനീർ എല്ലായിടത്തും പോയത്. അദ്ദേഹം അങ്ങനെ ആക്രമിക്കപ്പെടേണ്ട ഒരാളല്ല. കെ.എം. ഷാജിയുടെ പ്രതികരണമാണ് കേട്ടത്. ഷഹീദ് വിവരങ്ങളുമായിട്ടുണ്ട്. ഷഹീദ്, ഒരിടയ്ക്ക് അദ്ദേഹത്തിന് അസുഖം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ മറികടന്ന് വരികയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ മാത്രം ഒരാളെ ഇങ്ങനെ നിരന്തരം ആക്രമിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നാണ് കെ.എം. ഷാജി പറഞ്ഞത്. ഈ ഗൂഢാലോചന സ്വന്തം പക്ഷത്ത് നിന്നുള്ളവർ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയുടെ ഭാഗമായിട്ടാണോ അത് എതിർപക്ഷത്ത് എന്നാണോ ഷാജി സൂചിപ്പിക്കുന്നത്? ദിവിഷ, ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഗൂഢാലോചനയുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായി അത് പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം എം.കെ. മുനീറിനെ ഈ കോഴിക്കോട് സൗത്തിൽ അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധത പാർട്ടി അറിയിച്ചു. താൻ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി താൻ അത് മറികടന്ന് താൻ മത്സരിക്കാനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടെന്ന് അദ്ദേഹം പാർട്ടി നേതൃത്വത്തോട് അറിയിച്ചിട്ടുണ്ട്. ആ തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പായി വലിയ തോതിലുള്ള സൈബർ ആക്രമണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ തന്നെ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ സൗത്തിൽ നിന്ന് മത്സരിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറി അവിടെ സീറ്റ് മോഹികളായ അല്ലെങ്കിൽ സീറ്റ് മോഹിക്കുന്ന അങ്ങനെ ലക്ഷ്യം വെക്കുന്ന മറ്റു ചില നേതാക്കന്മാർ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അത്തരം ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ലീഗിനകത്ത് തന്നെയുള്ള ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതിലേക്കാണ് ഷാജി വിരൽ ചൂണ്ടുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചില സ്വാർത്ഥമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ആഗ്രഹമുള്ള ചില ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നാവാം ഒരുപക്ഷെ കെ.എം. ഷാജി വിമർശിക്കുന്നു. പക്ഷേ മുനീറിനെതിരെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റുകളിലല്ല. അദ്ദേഹം കോഴിക്കോട് സൗത്തിലായാലും കൊടുവള്ളിയിലായാലും ഒക്കെ അവിടെ LDF ജയിച്ചിരുന്ന സീറ്റുകളിൽ പോയി മത്സരിച്ച് ജയിച്ച ആളാണ് 2006 ശേഷം എം.കെ. മുനീർ. അങ്ങനെയുള്ളൊരു നേതാവിനെ, മികച്ച പാർലമെന്റേറിയനെ ഈ രീതിയിൽ ആരോഗ്യത്തിൻ്റെ പേര് പറഞ്ഞ് ആക്രമിക്കുന്നത് ഒട്ടും ശരിയായ സാഹചര്യമല്ല. മുസ്ലിം ലീഗ് അത് ഗൗരവമായി എടുക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, എം.കെ. മുനീറിനെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗം മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് എം.കെ. മുനീറിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവിടെ പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും PM സലാമും ഒക്കെയായി മാത്രമായി ഇരുന്നുകൊണ്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് രൂപപ്പെട്ട് വന്നിരുന്ന ചർച്ചകളുടെ ഭാഗമായി അദ്ദേഹത്തോട് മാറി നിൽക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓപ്ഷനുകൾ അദ്ദേഹത്തിന് മുന്നിൽ വെക്കാനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് അദ്ദേഹം സ്വീകരിക്കുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും അങ്ങനെ വരികയാണെങ്കിൽ പകരം അവിടെ വരാനുള്ള ചില ആളുകൾ കണ്ണുവെച്ചിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് കെ.എം. ഷാജി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ചർച്ചകളിൽ കെ.എം. ഷാജിയുടെ ഈ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതായത് മുനീറിനെതിരെ മുതിർന്ന ഒരു ലീഗ് നേതാവാണ്. അതേസമയം അദ്ദേഹത്തെ ഒരുപക്ഷെ മാറ്റി നിർത്തിയേക്കുമോ എന്നൊരു സംശയം കൂടിയാണ് ഇപ്പോൾ ഷഹീദ് സൂചിപ്പിച്ചത്. അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.